guys, welcome back to our YouTube channel. Guys, ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ ഉമ്മി പഠിപ്പിക്കുന്ന സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുവാണ്. യെസ്, കുട്ടികളുടെ കലോത്സവം നടക്കുകയാണ്. ഉപജില്ലാ കലോത്സവം ഇവിടെ ഈ സ്കൂളിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം ഉപജില്ലാ കലോത്സവം നടക്കുവാണ് ഇപ്പോ. ആണോ? അപ്പോ ഓരോ ഏരിയ ഡിസ്ട്രിക്ട് ആയിട്ട് ഇപ്പൊ ഉപജില്ലയാണല്ലോ, ഡിസ്ട്രിക്ട് ആയിട്ട് നടക്കും. അതിന് അടുത്തത് സ്റ്റേറ്റിലേക്ക് പോകും, ജില്ലാ കലോത്സവം. അപ്പൊ എല്ലാ ജില്ലയിൽ നിന്നുള്ള പിള്ളേർ വരും. അത് കഴിഞ്ഞ് എന്നിട്ട് ജില്ലയിൽ ജയിക്കുന്നവർക്ക് ഏത് ജില്ലയാണ് ജയിക്കുന്നതെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണ് ഉപജില്ലാ കലോത്സവം നമ്മുടെ ഉമ്മി പഠിപ്പിക്കുന്ന സ്കൂളായ MES ഇംഗ്ലീഷ് മീഡിയം കണ്ണല്ലൂർ സ്കൂളിൽ നടക്കുന്നത്. സോ നമുക്ക് സ്കൂളിൽ പോയി ഉമ്മയും കാണാം, പരിപാടിയും കാണാം. 10th പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ CBSE പഠിച്ചത്. CBSE കലോത്സവത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ 4th സ്റ്റാൻഡേർഡ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോകുമായിരുന്നു. 10th കഴിഞ്ഞപ്പോൾ പിന്നെ +1 +2 ഫുൾ പഠിപ്പ്. പിന്നെ ആർക്കിടെക്ചറിൽ എന്ത് കലോത്സവം. ഞാൻ കലോത്സവത്തിന് പോയിട്ടുണ്ട്, +1 +2 വഞ്ചിപ്പാട്ട്. സ്റ്റേറ്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ +1 +2 പോകാൻ പറ്റും. പക്ഷേ ഞാൻ പഠിച്ചൊരു എയ്ഡഡ് സ്കൂളിലൊക്കെ ആയിരുന്നു. അവിടെ അങ്ങനെ ഫുൾ ടൈം പഠിപ്പിക്കുക. അത് നമ്മൾ പഠിച്ച സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 10th കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കലോത്സവം എന്നുള്ള സാധനം കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. സോ എനിക്ക് ഉമ്മയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് 2nd ഡേ. അപ്പൊ ഉമ്മ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇത് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച അല്ല, ശനിയാഴ്ച. അപ്പൊ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ അവധി, ഇന്ന് 2nd ഡേ, നാളെ 3rd ഡേ, 4 ദിവസം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഏകദേശം ഫുഡ് ടൈം ആവുമ്പോ അവര് വേറെ സ്കൂളിൽ പോയി ഫുഡ് കഴിക്കുന്നൊക്കെ ഉമ്മയാന്ന് പറഞ്ഞത്. വേറെ സ്കൂളിലാണോ? അല്ല, ഫുഡ് കഴിക്കുന്നത് വേറെ സ്കൂളിലാ. അയ്യോ, രാവിലെ പറഞ്ഞ അവിടെ എന്തോ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെയാണ്, പോലീസുകാർ ഭയങ്കര സീനാണ്, പുറത്തോട്ടിറങ്ങി പിന്നെ അകത്തോട്ട് കയറാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. നമ്മളിനി അകത്ത് കയറ്റുമെന്ന് അറിഞ്ഞോളൂ. എന്തായാലും ഒന്ന് വിളിച്ച് ചോദിക്കും ഇപ്പൊ എവിടെയാന്ന്. ഗൈസ്, ഉപജില്ലാ കലോത്സവം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് +1 +2 ഞാൻ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാടൻ പാട്ട് വഞ്ചിപ്പാട്ടിന് പോയതാണ്. പക്ഷെ ഞങ്ങൾ ഉപജില്ലാ കലോത്സവത്തിന് ഫസ്റ്റ് പ്രൈസ് നേടി. കാരണം 2 ടീമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. അല്ല 2 ടീമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് 2nd കിട്ടി. അങ്ങനെ ഞങ്ങൾ ജില്ലാ കലോത്സവത്തിലോട്ട് കയറി. സ്റ്റോപ്പ്, നീ ആ മെയിന് പാടുന്നേന്ന് പറഞ്ഞ് വിളിച്ചു. അത് ഇതിനല്ലേ? അത് ഇതിനായിരുന്നു തോന്നുന്നു. അതായത് ഗൈസ്, ഇവനാണ് മെയിന് പാടുന്നേന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് തള്ളി വെച്ചേ ഇവിടെ. എന്നിട്ട് ഉമ്മയും വാപ്പയും കൂടി സർപ്രൈസ് ആയിട്ട് ഇവന്റെ പാട്ട് കാണാൻ വേണ്ടി അവിടെ വേദിയിൽ പോയി. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഇവന് അവരെ കണ്ടിട്ട് മൈൻഡ് ഒന്നും ചെയ്ത് ഇറങ്ങി ഓടി ആ മെയിൻ പാടിയ ചെറുക്കന്റെ അടുത്ത് കയ്യും കാലും പിടിച്ചാടാ, ഞാൻ പാടിക്കോട്ടേടാന്നും പറഞ്ഞ കയ്യും കാലും പിടിച്ച് ഇവൻ മെയിൻ നിന്ന് പാടിയല്ലേ. അങ്ങനെ മെയിൻ നിന്ന് ഞാൻ ഉപജില്ലാ കലോത്സവത്തിന് പാടി. കാരണം എന്റെ വീട്ടുകാരൊക്കെ വന്നതാ, എനിക്ക് നാളെ അങ്ങനെ പറഞ്ഞ്. മാത്രമല്ല ഞാൻ +2 ആയിരുന്നു, അതുകൊണ്ട് ജൂനിയേഴ്സ് ആയിരുന്നു കൂടുതൽ, അതുകൊണ്ട് അവന്മാർ എനിക്ക് മാറി തന്നു. അങ്ങനെ ഞാൻ അത് പാടി 2nd പ്രൈസ് എന്തോ കിട്ടി. അങ്ങനെ ഞങ്ങൾ സെലക്റ്റഡ് ആയി, ഡിസ്ട്രിക്ട് കലോത്സവത്തിലോട്ട് സെലക്റ്റഡ് ആയി. എന്നിട്ട് ഡിസ്ട്രിക്ട് അല്ല, സ്റ്റേറ്റ് ആണോ? സ്റ്റേറ്റ് കലോത്സവം, ജില്ലാ കലോത്സവത്തിലോട്ട് സെലക്ട് ആയി. സ്റ്റേറ്റിലല്ലേ നടക്കുന്നത്? കലോത്സവത്തിലാണല്ലോ ഇത് നടക്കുന്നത്. സംസ്ഥാനമാണ് സ്റ്റേറ്റ് കലോത്സവം. ഉപജില്ലാ കലോത്സവം കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ജില്ലാ കലോത്സവം, അതല്ലേ ഡിസ്ട്രിക്ട്. നീ അപ്പൊ ഉപജില്ലയിലാണോ പാടിയത്? ഉപജില്ലയിൽ ജയിച്ചു. എന്നിട്ട് ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ പോയി 1ാമത്തെ റൗണ്ടിൽ തന്നെ തോറ്റ്. കാരണം അവിടെ 7 പേര് വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ തോറ്റിട്ട് എന്തോ തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ ഈ കലോത്സവം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം അതാണ്. സോ നമ്മൾ ഇനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കലോത്സവം കാണാൻ പോകണം. നീയും അതുപോലല്ലേ? ഞാൻ 10th കഴിഞ്ഞിട്ട് ഇതുവരെ കലോത്സവം കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറി കലോത്സവം നടക്കുന്ന സ്കൂളിലേക്ക് പോകാം. വണ്ടി കയറാൻ നേരത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ക്ലിപ്പിന് മുമ്പ് ഒരു ക്യാമിയോ റോളിന് ഒരാൾ വന്നിട്ട് പോയി. അപ്പുറത്തെ വീട്ടിൽ എത്താൻ തോന്നുന്നു. ഗൈസ്, വണ്ടി കയറുന്നതിന് മുന്നേ വേറൊരു സംഭവം കണ്ടു. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വാഴയിലയിൽ ഒരു കവർ. എന്തായാലും ഇത് വാഴ കിളിപ്പിച്ചതായിരിക്കത്തില്ലേ? നോക്കടി, വേസ്റ്റ് ആരാണ്ടോ ഏതോ തെണ്ടി വേസ്റ്റ് അവിടെ നിന്ന് എടുത്ത് എറിഞ്ഞപ്പോൾ ഇവിടാണ് ഉദ്ദേശിച്ചത്, പക്ഷെ വീണത് വാഴയിലയിൽ. ഇനി അത് അവിടെ കിടന്ന് പുഴുത്ത് നാറും. പണ്ടടങ്ങ് ഓരോരുത്തന്മാരോരോ ജോലി ഉണ്ടാക്കി തരും. ഷിറ്റ്, പോവാം ഗൈസ്. അപ്പം നമ്മുടെ സ്കൂളിലേക്ക്, ഉപജില്ലാ കലോത്സവം നടക്കുന്ന സ്കൂളിലേക്ക് നമ്മൾ പോവുകയാണ്. തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളത് വീടിൻ്റെ തൊട്ടടുത്തത് ആയതുകൊണ്ട് ഇപ്പം തന്നെ സ്ഥലം എത്തും. ഉമ്മി ഊണ് കഴിക്കാൻ പോയെന്നറിയാൻ വയ്യ, കാരണം ഇപ്പം സമയം 1:30 അപ്പം അവിടെ ലഞ്ച് ബ്രേക്ക് ഇല്ലാന്ന് തോന്നില്ല. ഉപജില്ലാ കലോത്സവം സാധാരണ എല്ലാം ലാഗ് ആയതുകൊണ്ട് പരിപാടി എങ്ങനെയും പെട്ടെന്ന് നടത്താൻ നോക്കും.
അതുകൊണ്ട് മിക്കവാറും പരിപാടി നടക്കുമായിരിക്കും. എന്തായാലും നമുക്ക് വണ്ടി കൊണ്ട് ഒതുക്കി അവിടെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇന്നത്തെ ഡേ നമ്മൾ ഫുൾ കലോത്സവം എക്സ്പ്ലോറിങ്. നമ്മൾ അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഒരുപാട് പേർ കുട്ടികൾ ഫുഡ് കഴിക്കാനാണ്. ഗ്രീൻ അപ്പ് ക്ലീൻ അപ്പ് വാഴലയിലൊക്കെയാ എനിക്ക് തോന്നുന്നു മറ്റേ എക്കോ ഫ്രണ്ട്ലി. ഗൈസ് ദിസ് ഈസ് MES മീഡിയം ഹൈസ്കൂൾ. ഞാൻ ബോർഡ് കാണിച്ചു. മീഡിയം ഹൈസ്കൂളോ? ആ അതുകൊണ്ടോ കണ്ടല്ലേ. MES ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് ഗൈസ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഉമ്മി പഠിപ്പിക്കുന്ന സ്കൂളാണ് ഗൈസ്. ഓ ഇതാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്ന സ്റ്റേജ്. കുട്ടികൾ, സ്കൂൾ ബസ്, രക്ഷിതാക്കളുടെ കാർ, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം. എന്റെ ഫ്രണ്ടിൽ നമുക്ക് കാർ ഇടാം ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഫംഗ്ഷൻ പോകുന്നത്. സ്കൂളിലൊന്നും പോയിട്ടില്ലല്ലോ. നമുക്ക് ഇറങ്ങാം. പേടിയുണ്ടോ? എനിക്ക് പിള്ളേർക്ക് അടുത്തൊരു നാണമല്ലേ? പേടിയില്ല. ഓക്കെ ഇറങ്ങാം. ഗൈസ് എന്റെ +2 നേരത്തെ പറഞ്ഞ കഥയിൽ ഉള്ള സ്കൂളിലെ ടീച്ചർ ഞാൻ. എന്റെ വഞ്ചിപ്പാട്ടിന് രേഖ ടീച്ചർ എന്നാണ് ഞങ്ങളുടെ ടീച്ചറിന്റെ പേര്. ടീച്ചർ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇനി ഫസ്റ്റിനെ കുറച്ച് ഫാൻസ്. അങ്ങനെ പരിപാടി കാണാൻ വേണ്ടി സ്റ്റേജിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ദേ നമ്മുടെ ഉമ്മി സ്റ്റേജിന്റെ ബാക്കിൽ അങ്ങ് കോർണറിൽ ഇരിക്കുന്നു. നമുക്ക് ഉമ്മി സ്റ്റേജിന്റെ ബാക്കിൽ പോയി ചോണ്ടാം. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കുച്ചിപ്പുടി പെർഫോമൻസും കണ്ട് ഉമ്മിക്കൊരു ടാറ്റയും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പടിയായി. അപ്പൊ അവിടെ നിന്ന് ഞങ്ങളൊരു 2 കുച്ചിപ്പുടിയൊക്കെ കണ്ടു. കൊള്ളായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചിയിൽ അതേപോലെ ഡാൻസ് ഒക്കെ കളിക്കണം എന്ന്. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത കൊച്ചുണ്ടാവുമ്പോ കൊച്ചിനെ വല്ലതും വിടാൻ പഠിപ്പിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊച്ചിപ്പുടി ഭരതനാട്യമൊക്കെ. അപ്പൊ ഗൈസ് ഭയങ്കര മഴക്കാറ്. അപ്പൊ ഞങ്ങൾ ഇങ്ങ് പോന്നു. പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടില്ല. ഇപ്പൊ 2 മണിയായി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇങ്ങ് പോന്നു. സോ ഇന്നത്തെ പരിപാടിയുടെ ഒരു മന്തി ഇരിപ്പുണ്ട്. അപ്പൊ മന്തി നമ്മൾ ചൂടായി കഴിക്കാൻ പോവാണ്. നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് മന്തി ബാക്കി ഇരിപ്പുണ്ട്. അത് ചൂടാക്കി തിന്നണം. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിലേക്കും